Hello guys, welcome back. CluelessPassports name മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഒരു പുതിയൊരു ട്രാവൽ സീരീസ് ആണ് വന്നിരിക്കുന്നത്. വിയറ്റ്നാമിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. 8 days വിയറ്റ്നാം ട്രാവലാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയ ഹാനോയിൽ നിന്ന് ഹാനോയ്, ഹാലോങ് ബേ, ദനാങ്, ഹോയാൻ, ഹോച്ചിമിൻ സിറ്റി ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ട്രാവൽ സീരീസിൽ കാണാൻ പോകുന്നത്. മെയിനായിട്ട് ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ കൾച്ചർ, ലോക്കൽ അട്രാക്ഷൻസ്, അതേപോലെ വിയറ്റ്നാമീസ് കുസൈൻ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു കംപ്ലീറ്റ് ട്രാവൽ സീരീസിൽ കാണാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിയറ്റ്നാമിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്, അതേപോലെ ട്രാവൽ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്, അതേപോലെ നമ്മൾ തിങ്സ് ഒക്കെ എന്തൊക്കെയാണ് പാക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. കൂടുതൽ വൈകുന്നില്ല, എന്തായാലും നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു അടിപൊളി സീരീസ് ആയിരിക്കും ഗൈസ്. നമ്മൾ എന്തായാലും വിയറ്റ്നാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അതൊക്കെ നമുക്ക് കാണാം. ഈ ഒരു ട്രിപ്പ് നമ്മൾ ബോയ്സ് ട്രിപ്പാണ്. അഞ്ജലി ഇല്ല, ആക്ച്വലി അഞ്ജലി ഈ ട്രാവൽ സീരീസിൽ വരുന്നില്ല. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമാണ് പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരുമാണ്, ഞാനും സിബി നിങ്ങൾ മറ്റേ വേറെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഗോവ സീരീസിലുണ്ടായിരുന്നു, അതേപോലെ കുറേ ഫുഡ് സീരീസിലൊക്കെ സിബി വന്നിട്ടുണ്ട്. അപ്പോൾ സിബിയും ഞാനുമാണ് ഈ ഒരു ട്രാവൽ സീരീസിൽ വിയറ്റ്നാം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഗൈസ് നമ്മൾ കൊണ്ടുപോകുന്ന 2 പെട്ടി. ഇത് പുതിയ പെട്ടിയാണ് മേടിച്ചത്, അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ. അപ്പോൾ ഇതൊരു ക്യാബിൻ ലഗേജ് പോലെ കൊണ്ടുപോകാനായിട്ടുള്ളൊരു ട്രോളി മേടിച്ചാണ്. അതേപോലെ തന്നെ ഇതൊരു നമ്മളൊരു ചെക്ക്ഡ് ഇൻ ലഗേജ് ബാഗേജിനുള്ള ഒരു ട്രോളി ഉണ്ട്. അത് നമ്മളിപ്പോൾ പോകുന്നത് സ്കൂട്ടിലാണ് പോകുന്നത്. സ്കൂട്ട് എയർവേസിലാണ് നമ്മൾ പോകുന്നത്. കോയമ്പത്തൂരിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. കോയമ്പത്തൂർ ടു സിംഗപ്പൂർ, പിന്നെ സിംഗപ്പൂരിൽ നിന്ന് ഹോച്ചിമിൻ സിറ്റി, അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. റൗണ്ട് ട്രിപ്പ് അതേപോലെ തന്നെയാണ്. വിയറ്റ്നാം എല്ലാ പ്ലേസും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് തിരിച്ചും ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് സിംഗപ്പൂർ വന്ന് സിംഗപ്പൂർ ടു കോയമ്പത്തൂരാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റും അതേപോലെ വിസയൊക്കെ നമുക്ക് കാണാം. ഈ ഒരു 8 days വിയറ്റ്നാം ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്പ്ലിറ്റ് ആക്കിയിരിക്കുന്നത് 2 days ഹോച്ചിമിൻ സിറ്റി, 3 days ദനാങ്ങും ഹോയാൻ എന്ന് പറഞ്ഞ സെൻട്രൽ പാർട്ട് ഓഫ് വിയറ്റ്നാം കവർ ചെയ്യുന്ന പോലെ 2 days ഹാനോയ് ആൻഡ് ഹാലോങ് ബേ ഇതാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ടോട്ടലി ഒരു 7 to 8 days വരുന്ന പോലെയാണ് നമ്മൾ ഈ ഒരു ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിരിക്കുന്നത് വിയറ്റ്നാം എയർലൈൻസും പിന്നെ സ്കൂട്ട് എയർലൈൻസാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് സ്കൂട്ട് എയർലൈൻസാണ് നമ്മൾ പോകുന്നത്. കോയമ്പത്തൂർ ടു സിംഗപ്പൂർ സ്കൂട്ട് എയർലൈൻസിൽ നിന്ന്, അവിടെ നിന്ന് തിരിച്ച് ഹോച്ചിമിൻ സിറ്റിക്കും നമ്മൾ സ്കൂട്ട് എയർലൈൻസിലാണ് പോകുന്നത്. അവിടെ നിന്ന് നമ്മൾക്ക് ഫുള്ളായിട്ട് ഇൻറ്റീരിയർ എല്ലാം നമ്മൾ ഒരു വിയറ്റ്നാം ഉള്ളിലെല്ലാം ചുറ്റുന്നത് ഫുൾ വിയറ്റ്നാം എയർലൈൻസിലാണ്. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഹാനോയിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഹാനോയിൽ നിന്ന് നമ്മൾ ദനാങ് ആൻഡ് ഹോയാൻ അവിടെ 2-3 ദിവസം ഞങ്ങൾ ഉണ്ടാവും. അവിടെ നിന്ന് തിരിച്ച് ഹോച്ചിമിൻ സിറ്റി വന്നിട്ട് അവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് സിംഗപ്പൂർ വഴി നമ്മൾ തിരിച്ചും കോയമ്പത്തൂർ റിട്ടേൺ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ടോട്ടലായിട്ട് നമുക്കൊരു 6 to 7 ഫ്ലൈറ്റ്സ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡിങ് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ രണ്ടും ചേർന്നിട്ട് 6 to 7 ഫ്ലൈറ്റ്സ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾക്കൊരു 45,000 ആണ് നമുക്ക് ഫ്ലൈറ്റ് ചാർജ് ആയത്. 45,000 പെർ പേഴ്സൺ ആണ് നമുക്ക് ഫ്ലൈറ്റ് ചാർജിനായത്. അതേപോലെ തന്നെ വിസയ്ക്ക് ഒരു നമ്മൾ 2,500 rupees കൊടുത്തിട്ടുണ്ട്. വിസ ഇവരുടെ നമ്മൾക്ക് ഈ വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. $25 ആണ് പെർ പേഴ്സണിന് നമുക്ക് ഈ വിസ അപ്ലൈ ചെയ്യാൻ. അതിനുള്ള ഡോക്യുമെന്റ്സും ഏതാണ് വെബ്സൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഈ വിസ അപ്ലൈ ചെയ്യുന്നത് ഇവരുടെ ഗവൺമെന്റ് പോർട്ടലായിട്ടുള്ള ഒരു വിയറ്റ്നാം എംബസിന്റെ പോർട്ടലിലാണ് നമ്മൾ ഈ വിസ അപ്ലൈ ചെയ്യുക. $25 ആണ് ഞാൻ പറഞ്ഞ പോലെ വരിക. $25 മുകളിലുള്ള ഏത് വെബ്സൈറ്റ് ആണെങ്കിലും അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യരുത്, ബിക്കോസ് ദാറ്റ്സ് ഓൾ വിൽ ബി എ സ്കാം വെബ്സൈറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. ഇതിൽ നിങ്ങൾ പോയി വിസ അപ്ലൈ ചെയ്താൽ മതി. ഇതിൽ നമുക്ക് 3 business days എടുക്കും. 3 business days നമുക്ക് വിസ നമുക്ക് അവർ ഇമെയിലിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ലിങ്ക് സെൻഡ് ചെയ്യും. നമുക്ക് അതിൽ പോയി നമുക്ക് വെരിഫൈ ചെയ്യാം, നമ്മുടെ വിസ സ്റ്റേറ്റസ് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ വിസ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ലിങ്കിനുള്ളിൽ പോവാം. ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഇതാണ് ഒഫീഷ്യൽ ഈ വിസ പോർട്ടൽ. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ അറിയാം ഈ വിസ ഇലക്ട്രോണിക് വിസ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ അടുത്ത് നമുക്ക് 3 ഓപ്ഷൻ ഉണ്ടാവും. ഫോർ ഫോറിനേഴ്സ്, ഫോർ വിയറ്റ്നാമീസ് ഗ്യാരണ്ടിയിങ് ഓർഗനൈസേഷൻ, പിന്നെ ഫോർ ഇൻ്റർനാഷണൽ എയർലൈൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോർ ഫോറിനേഴ്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടതെന്ന് പറയും. ഇങ്ങനെ ഒരു ഫോട്ടോ വേണം നമുക്ക്, ഇയറും അതേപോലെ തന്നെ ഫേസും നല്ല ക്ലിയർ ആയിട്ട് വരുന്ന പോലെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഫോട്ടോ വേണം. ആൻഡ് അതേപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് കോപ്പിയും വേണം. നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കാണുന്ന പോലെ നമുക്ക് 2 ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് ഇവിടെ ആവശ്യം. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 2 നമുക്ക് $25 പേ ചെയ്യണം. പേ ചെയ്തിട്ട് 3 working daysലാണ് നമുക്ക് ഈ വിസ കിട്ടുക. അപ്പോൾ നമുക്ക് ഈ പേയ്മെൻറ്റും ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്താൽ നമുക്ക് ഒരു രജിസ്ട്രേഷൻ കോഡ് കിട്ടും. ആ രജിസ്ട്രേഷൻ കോഡ് നമ്മുടെ ഇമെയിലിൽ വരും. ആ ഇമെയിലിൽ നിന്ന് നമുക്ക് ഈ വിസ സ്റ്റേറ്റസ് നമ്മൾ
നമുക്ക് നോക്കാൻ പറ്റും. നമുക്ക് റെഗുലറായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. 3 ഡേയ്സിൽ നമുക്ക് തന്നെ ഒരു ഇമെയിലും വരും. ഇമെയിൽ വരുമ്പോൾ തന്നെ നമുക്ക് വിസ ഹാസ് ബീൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് ഇമെയിലിൽ വരും നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ പ്രോസസ്സാണ് നമ്മൾ ഈ വിസ എടുക്കുന്നത്. നമുക്ക് ഇന്ത്യൻസിന് എന്തായാലും ഈ വിസ ഓപ്ഷൻ എടുക്കുന്നതുകൊണ്ട് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. 3 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് ഈ വിസ എടുക്കുകയും ചെയ്യാം. മെയിനായിട്ട് കൊണ്ടുപോകുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വിസ ഡോക്യുമെൻറ്റ് കൊണ്ടുപോകണം. പിന്നെ 2 ഫ്ലൈറ്റ് ടിക്കറ്റ് പോകുന്നതും പിന്നെ റിട്ടേൺ ടിക്കറ്റും നമ്മൾ എന്തായാലും മാൻഡറ്ററി ആയിട്ട് കൊണ്ടുപോകണം. പ്ലസ് നിങ്ങൾ എന്തായാലും ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് വെക്കുന്നത് നമുക്ക് എന്തായാലും ഒരു സേഫ്റ്റി ആയിട്ട് വെക്കുന്നത് നല്ലതാണ്. എന്തായാലും ഒരു എമർജൻസി പർപ്പസ് നമുക്ക് അവിടെ പോയി വിസ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻ കേസ് എനി എമർജൻസി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതൊന്നും എടുത്ത് വെക്കുക. പ്ലസ് നമുക്ക് കുറച്ച് US ഡോളേഴ്സിൽ കൺവേർട്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും. ഞങ്ങളും കുറച്ച് US ഡോളർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് വിയറ്റ്നാം ഡോങ് ആയിട്ട് എടുത്തിട്ട് പോകുമ്പോൾ നമുക്ക് കൺവേർഷൻ റേറ്റും കുറച്ച് ഒരു എടുത്തിട്ട് പോകാൻ പറ്റില്ല. അതേപോലെ നമ്മളുടെ ഒരു ഹ്യൂജ് കറൻസി കൊണ്ടുപോകുന്ന പോലെ ഉണ്ടാവും. അതിനെക്കാട്ടിലും ബെസ്റ്റ് US ഡോളർ കൊണ്ടുപോകുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കറൻസി എക്സ്ചേഞ്ച് കൗണ്ടേഴ്സ് ഉണ്ടാവും. അതേ അല്ലെങ്കിൽ ജ്വല്ലറി ഷോപ്സ് ഇവിടെയൊക്കെയാണ് നമ്മൾ എക്സ്ചേഞ്ച് കൗണ്ടേഴ്സ് ഉണ്ടാവുക. US ഡോളേഴ്സിൽ നിന്ന് നമുക്ക് വിയറ്റ്നാം ഡോങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതിലാണ് നമുക്ക് ഒരു ട്രാവൽ കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. നിയോ ഗ്ലോബൽ ട്രാവൽ കാർഡ് എന്ന് പറഞ്ഞിട്ട് ഫോറക്സ് ഫ്രീ കാർഡാണ്. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മളെല്ലാം ഒരു ഓൺലൈൻ ട്രാൻസാക്ഷനും എല്ലാം നമുക്ക് നിങ്ങൾക്ക് ക്യാഷ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നിയോ ഗ്ലോബൽ കാർഡ് യൂസ് ചെയ്തിട്ട് 0 forex ചാർജസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോകണം. അതും ട്രൈ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാം എങ്ങനെയുണ്ടെന്ന്. അത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ഞങ്ങൾ പറയാം. ചാർജസ് എന്തെങ്കിലും ഇടുന്നുണ്ടോ എന്നൊക്കെ കൊണ്ട് നോക്കിയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കാർഡിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് ഒരു സിമ്പിൾ പ്രോസസ്സാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഗാഡ്ജറ്റ്സ് ബാഗ്. വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ഒരു ഷട്ടർ ബാഗാണത്. ഇതിലാണ് നമ്മൾ എല്ലാ ഗാഡ്ജറ്റ്സിനും കൊണ്ടുപോകുന്നത്. ഞാൻ കൊണ്ടുപോകുന്ന ഗാഡ്ജറ്റ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ സോണി A7 III ആ ക്യാമറ ഒന്ന് കൊണ്ടുപോകുന്നുണ്ട്. പ്ലസ് നമ്മുടെ ഫുൾ വ്ളോഗ്സൊക്കെ എടുക്കാനായിട്ട് ഒരു ഗോപ്രോ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് അതിൻ്റെ ഗിംബിൾ ഒന്നുണ്ട്. വലിയ ഗാഡ്ജറ്റ്സ് ഒന്നുമില്ല, കുറച്ച് ഗാഡ്ജറ്റ്സേ ഉള്ളൂ. പിന്നെ അതിൻ്റെ വയ്ക്കാനായിട്ടുള്ളൊരു ഗിംബിള് പ്ലസ് പിന്നെ വേറെ എന്താണ്, പിന്നെ അതിൻ്റെ ഹോൾഡേഴ്സ്, നമ്മുടെ മൊബൈൽ ഹോൾഡേഴ്സും അതേപോലെ ഗോപ്രോ ഹോൾഡേഴ്സ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണോ ഉള്ളൂ മാക്സിമം ആയിട്ട് ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഐഫോൺ ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഐഫോണും ട്രൈപോഡും ഇതാണ് കൊണ്ടുപോവുക. ഇവിടെ വരുമ്പോൾ നമുക്ക് ചാർജിങ് കേബിൾ പ്ലസ് എന്താ നമ്മളൊരു ഇയർപോഡ്സ്, ഗോപ്രോ മെമ്മറി കാർഡും പിന്നെ ഒരു എക്സ്ട്രാ മെമ്മറി കാർഡും ഉണ്ട്. മെമ്മറി കാർഡ് കേസ് ഉണ്ട്. എന്തായാലും നല്ലൊരു ബാഗ് തന്നെയാണ്. ഒരു കൺവീനിയൻറ്റ് എല്ലാ ഗാഡ്ജറ്റ്സും ഇട്ട് കൊണ്ടുപോകാൻ ഒരു നല്ലൊരു ബാഗാണ്. സേഫ്റ്റി ആയിട്ടുള്ളൊരു ബാഗ് തന്നെയാണ് നമ്മൾ ഈ ഒരു വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ഷട്ടർ ബാഗ്. പ്രോ അല്ല, ഷട്ടർ ബാഗ് എന്ന് പറയുന്നത്. ഞാൻ ആമസോണിന് അടുത്താണ് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഞങ്ങൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ സെറ്റായിരിക്കുകയാണ്. നാളേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. നാളേക്ക് ആഫ്റ്റർനൂണാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. കോയമ്പത്തൂർ ടു ഹോച്ചിമീനാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സൂപ്പർ എക്സൈറ്റഡ് ആണ് വിയറ്റ്നാം ട്രാവൽ സീരീസിന് വേണ്ടിയിട്ടുള്ളത്. എങ്ങനെ ഉണ്ടാവും, എന്തൊക്കെയാണ് നമ്മൾ ലോക്കൽ ആക്ടിവിറ്റീസ്, അവിടുത്തെ എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ട്രാവൽ സീരീസിൻ്റെ ഫുള്ളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അതേപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ മറക്കാതെ ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് തരിക. നമ്മളുടെ ഈ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് നമുക്ക് എന്തൊക്കെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, പിന്നെ എന്തൊക്കെയാണ് പീസ് ഇൻഫർമേഷൻ ആഡ് ചെയ്യുക, അതൊക്കെ നമുക്ക് ഈ ഒരു കമൻസിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നാളെ നമ്മൾക്ക് എയർപോർട്ട് കാഴ്ചകളും അതേപോലെ തന്നെ ഹോച്ചിമിൻ വരയ്ക്കുള്ള ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ആ നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു. I can taste your lies, how to measure the love you throw around. I could never hold you down.